തീ പോലും കത്തിക്കാതെ നമുക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് പെരുന്നാളിനൊക്കെ വളരെ സിമ്പിളായിട്ട് വന്ന വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഈ ഡെസേർട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നത്. നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലും വ്യത്യാസം വന്നേക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പഞ്ചസാര വേണേലും ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും കുറച്ച് പഞ്ചസാരയോട് ചേർത്ത് കൊടുത്ത് നമ്മളിത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കൂടിയായിരിക്കും. പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൈഗറിൻ്റെ റോസ് മിക്സ് ആണ്. അത് 3-4 ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ റോസ് മിക്സിന് പകരം പിസ്ത ഇലാച്ചിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് കൂടുതലും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് റോസ് മിക്സ് ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം എന്താണേലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ക്രീമും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് ബ്രെഡ് പീസ് കൂടി. ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ബ്രെഡിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ബ്രെഡ് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കും ഓരോ പീസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പുഡിംഗ് ട്രേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സാധാ വീട്ടിലുള്ള ഒരു പാത്രം എടുത്താലും മതി. ഇത് നമ്മൾ എല്ലാ ഭാഗവും ബ്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ചെറിയ ഹോൾസ് ഉള്ളിടത്തൊക്കെ ചെറുതായിട്ട് ബ്രെഡ് പീസ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്ന രീതിക്ക് വേണം നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തും ഈ ഒരു മിക്സ് എത്തണം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. ഞാൻ കുറച്ച് മുന്നേ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് സ്റ്റിഫാക്കി ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് സോഫ്റ്റാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് 1 ലെയറായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയർ വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്ത ശേഷം അതിന് മുകളിലേക്ക് നമുക്കിതുപോലെ ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ബാക്കി ഇരിക്കുന്ന വിപ്പിംഗ് ക്രീമും മുഴുവനായും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് നമുക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം നമ്മളിത് സെർവ് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. നമുക്ക് തീ പോലും കത്തിക്കാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്